പശ്ചിമേഷ്യയിൽ അശാന്തി വിതച്ച ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് ഒരാണ്ട്. തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിനും അതേ തുടർന്നുണ്ടായ ഗാസ യുദ്ധത്തിനും ഇന്ന് ഒരാണ്ട് തികയുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർ ബന്ദിയാക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ഇസ്രായേൽ ഗാസയിൽ വ്യോമാക്രമണം ആരംഭിച്ചു. 2023 ഒക്ടോബർ അവസാനത്തോടുകൂടി കരയാക്രമണത്തിനും ഇസ്രായേൽ തുടക്കമിട്ടു. ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്കയടക്കം പാശ്ചാത്യ രാജ്യങ്ങൾ അണിനിരന്നു. ഒരു വർഷ കാലയളവിൽ 42,000-ഓളം പേരാണ് പലസ്തീനിൽ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 11,000-ലധികം കുട്ടികളും ഉൾപ്പെടുന്നു. 100,000-ഓളം ആളുകൾക്കാണ് യുദ്ധത്തിൽ പരിക്കേറ്റത്. 10,000-കണക്കിന് ആളുകളെ യുദ്ധമുഖത്ത് നിന്ന് കാണാതായി. 2 ദശലക്ഷത്തോളം പേർ കുടിയിറക്കപ്പെട്ടു. യുദ്ധത്തിന്റെ തീവ്രമുഖമാണ് ഗാസയിൽ അരങ്ങേറിയത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധാവശ്യങ്ങൾക്കും മറ്റും നിരന്തരം ബൈഡൻ ഭരണകൂടം സഹായ പാക്കേജുകൾ പ്രഖ്യാപിച്ചു. അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ പലപ്പോഴായി ചേർന്ന സമാധാന ചർച്ചകൾ ഫലമില്ലാതെ പിരിയുകയായിരുന്നു. അനന്തരം യുദ്ധം പശ്ചിമേഷ്യ ഒട്ടാകെ പടർന്നു പിടിച്ചു. വെസ്റ്റ് ബാങ്കിലേക്കും യമനിലേക്കും ലെബനനിലേക്കും സിറിയയിലേക്കും യുദ്ധത്തിന്റെ ഭീതിയെത്തി. ഇറാൻ കൂടി പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായതോടെ വൻ ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.